കിഫ്ബിയെ വലിയ വികസന നേട്ടമായി പ്രചരിപ്പിക്കുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. കഴിഞ്ഞ ദിവസം നഗർ റോഡ് വികസനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുൻ എം.എൽ.എ. ബാബു പോൾ മാത്യു കുഴൽനാടൻ എം.എൽ.എക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഈ അവസരത്തിലാണ് മുൻ എം.എൽ.എക്ക് കൃത്യമായ മറുപടിയുമായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. കെ.എസ്.ആർ.ടി.സിയുടെ ഉദ്ഘാടന ചടങ്ങിൽ രംഗത്തെത്തിയത്. കിഫ്ബിയെ വലിയ വികസന നേട്ടമായി പ്രചരിപ്പിക്കുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണെന്ന് എം.എൽ.എ. മാത്യു കുഴൽനാടൻ പറഞ്ഞു. എല്ലാം കിഫ്ബിയാണെന്ന് പറയും. ഞാൻ അന്നും ഇന്നും പറഞ്ഞ ഒരു കാര്യം ഒരു സംശയമില്ലാതെ ആവർത്തിക്കാൻ ആഗ്രഹിക്കാം. കിഫ്ബിയുടെ ഒറിജിനൽ കോൺസെപ്റ്റിൽ എന്ത് പറഞ്ഞോ ആ കാര്യത്തിൽ കിഫ്ബി ഒരു സ്പെക്ടാക്കുലർ ഫെയിലിയർ ആയിരുന്നു. കാരണം കിഫ്ബി കൊണ്ട് വിഭാവനം ചെയ്തത് എന്താണ്? കിഫ്ബി കൊണ്ട് വിഭാവനം ചെയ്തത് സർക്കാരിന്റെ സഹായമില്ലാതെ പണം കണ്ടെത്തി ഈ നാടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുടക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും കിഫ്ബിക്ക് കൈയടിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഇപ്പൊ നഗര റോഡ് വികസനത്തിന് വേണ്ടി 45 കോടി രൂപ ചെലവഴിച്ചില്ലേ? സർക്കാരിന്റെ ഖജനാവിലെ പണമാണ്, കിഫ്ബി കണ്ടെത്തിയ പണമല്ല. ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ ആരെങ്കിലും പറയണ കേട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ദയവ് ഇത് സംസാരിക്കരുത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. മുൻപ് വിവിധ വകുപ്പുകൾക്ക് അനുവദിച്ചിരുന്ന പദ്ധതി പണം വെട്ടിക്കുറച്ച് കിഫ്ബി എന്ന ഒറ്റ ബോർഡിന്റെ കീഴിലാക്കുകയായിരുന്നു സർക്കാരിന്റെ നടപടി. മുൻപ് പൊതുമരാമത്ത് വകുപ്പ് നിർവഹിച്ചിരുന്ന റോഡ് പദ്ധതികൾ പോലും ഇന്ന് കിഫ്ബിയുടെ പേരിലാണെന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം കിഫ്ബിക്കെതിരെ കോടതിയെ സമീപിച്ച മാത്യു കുഴൽനാടൻ എം.എൽ.എക്കെതിരെ വലിയ ആരോപണം മുൻ എം.എൽ.എ. ബാബു പോൾ നടത്തിയിരുന്നു. അതേ ബാബു പോളിനെ വേദിയിലിരുത്തിയാണ് എം.എൽ.എ. തിരിച്ചടിച്ചത്. കിഫ്ബി കൊണ്ടുവരുന്ന പണം എന്ന് പറയുന്നത് എവറി പെന്നി, ഈച്ച് ആൻഡ് എവറി പെന്നി, എത്ര ലക്ഷം കോടി എന്ന് പറഞ്ഞാലും 10,000-കണക്കിന് കോടി എന്ന് പറഞ്ഞാലും എവറി മണി ബിലോങ്സ് ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റേതല്ലാതെ ഒരു രൂപ കൊണ്ടുവരാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു രൂപ. പിന്നെ ശരിയാണ്, അദ്ദേഹം പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ കറക്റ്റ് ചെയ്യാം. കിഫ്ബിക്കെതിരെ കേസിന് പോയി ഞാനല്ല, പക്ഷെ കിഫ്ബിക്കെതിരെയുള്ള കേസ് വാദിക്കുന്നത് ഞാനാണ്. അങ്ങ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങേക്ക് ഒന്ന് പരിശോധിക്കാൻ. WPC 4604/2020 ഞാൻ MLA ആകുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വക്കാലത്ത് ഞാൻ ഇന്നും മാർഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസാണ്. അതിൽ പറഞ്ഞ 2 കാര്യമുണ്ട്, അങ്ങേക്ക് പരിശോധിക്കാം. കിഫ്ബി ഓഡിറ്റിന് വിധേയമാകണമെന്ന് പറഞ്ഞപ്പോ ഓഡിറ്റിന് ഈ വിധേയമാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കിഫ്ബി കത്തയച്ചു. ഇത് സർക്കാർ പൈസ ആയതുകൊണ്ട്, പൊതുജനത്തിന്റെ പണമായതുകൊണ്ട് ഇത് ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് പറഞ്ഞ് WPC 4604/2020 പ്രകാരം ഞാൻ കോടതിയിൽ കേസ് വാദിക്കുന്നുണ്ട്, ഇനിയും വാദിക്കും. അത് കാരണം പൊതുജനത്തിന്റെ പണമാണ്. രണ്ടാമത്തെ കാര്യം മസാല ബോണ്ട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ്. അതായത് രാജ്യത്തിന് പുറത്ത് സംസ്ഥാനത്തിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമെന്നോ. പിന്നെ നിങ്ങളെല്ലാം വലിയവായി പറഞ്ഞില്ലേ, ഇന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അടക്കമുള്ള എല്ലാ മന്ത്രിമാരും ആവർത്തിച്ച് പറയുന്നില്ലേ, ഞങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കമാണ്, കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല, കടമെടുക്കാൻ പറ്റുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് കടമെടുക്കാൻ പറ്റാതെ പോയത്? കടമെടുക്കാൻ പറ്റാതെ പോയത് കിഫ്ബി കൊണ്ടുവന്ന എല്ലാ പൈസയും ഗവൺമെന്റിന്റെ അക്കൗണ്ടിൽ എഴുതി ചേർക്കേണ്ടി വന്നു. ഞാൻ പറയട്ടെ, കിഫ്ബിക്ക് പണം കിട്ടിയെന്ന് പറയുന്നു, ഈ KSRTCക്ക് കിട്ടുമായിരുന്നു. എങ്ങനെയാണ്? ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്താൽ KSRTCക്ക് എന്നല്ല, ഏത് പഞ്ചായത്തിനും പൈസ കിട്ടും, എത്ര 1000 കോടിയും കിട്ടും. പക്ഷെ കിഫ്ബി കൊണ്ടുവന്ന പണം കിഫ്ബി ആയിട്ടുണ്ടാക്കിയ പണമല്ല, ഇവിടുത്തെ സാധാരണക്കാരന്റെ പൈസ. കിഫ്ബി അതിന്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കുഴൽനാടൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ബാധ്യതയില്ലാത്ത തുകയാണെന്നായിരുന്നു കിഫ്ബിയുടെ പ്രാഥമിക ആശയം. എന്നാൽ കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളിൽ സർക്കാരിന് 1 രൂപ പോലും ബാധ്യതയില്ലെന്ന് തെളിയിച്ചാൽ തന്റെ മുഴുവൻ വാദവും പിൻവലിക്കാമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. കിഫ്ബി വഴിയെടുത്ത മുഴുവൻ വായ്പയും കേരളത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെട്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാണ് സംസ്ഥാനത്തിന്റെ കടപരിധി കടന്നുപോകാനും നിലവിലെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സംസ്ഥാനത്തിന് അധിക വായ്പ ലഭിക്കാത്ത സാഹചര്യമുണ്ടാകാനും കാരണമെന്നാണ് MLA-യുടെ ആരോപണം. സർക്കാർ ഗ്യാരണ്ടി നൽകി വായ്പ എടുക്കുന്നതാണ് കിഫ്ബിയുടെ പ്രവർത്തനമെങ്കിൽ അതിനെ വലിയ നേട്ടമായി അവതരിപ്പിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. സർക്കാർ ഗ്യാരണ്ടി ലഭിച്ചാൽ പഞ്ചായത്തുകൾക്ക് പോലും വായ്പ എടുക്കാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
കിഫ്ബിക്കെതിരെ താൻ കോടതിയിൽ വാദിക്കുന്ന കേസിന്റെ നമ്പർ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടാണ് ബാബു പോളിന്റെ പരാമർശങ്ങൾക്ക് കുഴൽനാടൻ മറുപടി നൽകിയത്. ഇന്നത്തെ കിഫ്ബി പ്രവർത്തനം കേരളത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും തലയ്ക്ക് കടബാധ്യത ചുമത്തുന്ന രീതിയിലാണെന്നും MLA വിമർശിച്ചു.